ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ഹഡ്സൺ ടെയ്ലർ ചൈനയിലേക്ക് യാത്രയായത് പായ്ക്കപ്പലിലാണ്. ഇംഗ്ലണ്ടിലെ ലിവർപൂളിൽ നിന്ന് ചൈനയിലെ ഷങ്കായിലേക്കുള്ള യാത്ര. സമുദ്രത്തിലൂടെയുള്ള ദുഷ്കരമായ ഈ യാത്രയ്ക്ക് 5 മാസം വേണ്ടി വന്നു. തിരയിലും കാറ്റിലും മാത്രം ആശ്രയിച്ചുള്ള യാത്ര. ആകെ ചെയ്യാവുന്നത് കാറ്റിനും കോളിനും അനുസരിച്ച് പായ്കൾ മാറ്റിക്കിട്ടുക എന്നതാണ്. ഒരു സ്ഥലത്തെത്തിയപ്പോൾ കാറ്റ് തീരെ നിലച്ചു. കപ്പൽ തനിയെ ഒഴുകുവാൻ തുടങ്ങി. പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു ദ്വീപിലേക്കാണ് അതിൻ്റെ ലക്ഷ്യം. അവിടെ എത്തിയാൽ കപ്പൽ തകരും. യാത്രക്കാരുടെ ജീവൻ നഷ്ടമാകും. കാറ്റില്ലാത്തതിനാൽ പായ്കൾ അവർ താഴ്ത്തിക്കെട്ടിയിരുന്നു. ജോലിക്കാർ കപ്പലിൻ്റെ ക്യാപ്റ്റൻ ഹഡ്സൺ ടെയ്ലറുടെ ക്യാബിനിൽ ചെന്ന് കതകിൽ മുട്ടി വിളിച്ചു. നിങ്ങൾ ഒരു ദൈവഭക്തനാണല്ലോ. വിശ്വാസത്തോടെ ഒരു കാറ്റിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു കാറ്റ് വന്നാൽ ഈ കപ്പലിനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പോകേണ്ട സ്ഥലത്തേക്ക് തിരിക്കാം. ഹഡ്സൺ ടെയ്ലർ മറുപടി പറഞ്ഞു, കപ്പലിൻ്റെ പായ്കൾ പോകേണ്ട ദിശയിലേക്ക് തിരിക്കുക. ഞാൻ പ്രാർത്ഥിക്കാം. അവർ പായ്കൾ ഉയർത്തിക്കെട്ടി യാത്രയ്ക്കായി ഒരുങ്ങി. 45 മിനിറ്റിനു ശേഷം ജോലിക്കാരിൽ ഒരാൾ ഹഡ്സൺ ടെയ്ലറുടെ മുറിയിൽ തട്ടി ഇങ്ങനെ പറഞ്ഞു, പ്രാർത്ഥന മതിയാക്കൂ. നമുക്ക് യാത്ര തുടങ്ങുവാനും അതിൽ അധികവുമായി കാറ്റ് വീശി തുടങ്ങി. നമ്മുടെ ജീവിതത്തിലും എങ്ങോട്ടും ചലിക്കാനാവാതെ നടുക്കടലിൽ കുടുങ്ങിപ്പോകാറുണ്ട്. പാറകളിൽ തട്ടി ജീവിതം തകരുവാൻ കാത്തിരിക്കുന്ന സന്ദർഭങ്ങളുണ്ടാകാം. ആരും സഹായിക്കാനില്ലാതെ സകലതും പ്രതികൂലമാകുമ്പോൾ നമ്മുടെ നാഥൻ കൈവിട്ടോ എന്ന് ചിന്തിക്കുക പോലും അരുത്. മുന്നോട്ട് പോകാൻ ഒന്നും കണ്ടില്ലെങ്കിലും കർത്താവിൽ വിശ്വസിക്കണം. എൻ്റെ ദൈവത്തിന് എനിക്ക് വേണ്ടി ഒരു കാറ്റടിപ്പിക്കുവാൻ പ്രാപ്തിയുണ്ടെന്ന് വിശ്വസിക്കാമോ? അവൻ കാറ്റിനെ വരുത്തുന്നവനും കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നവനുമാണ്. അവിശ്വാസത്തിൻ്റെ വാക്കുകൾ, പ്രവൃത്തികൾ, തോന്നലുകൾ നിന്റെ ജീവിതത്തിൽ അവസാനിക്കണം. പുതിയ വഴികൾ തുറക്കുന്നതിനായി നന്ദി പറയണം. നിന്റെ ജീവിതം ചലിച്ചു തുടങ്ങും. ആരുടെയും സഹായമില്ലാതെ എവിടെ എത്തണമെന്ന് ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ടോ അവിടെ നീ എത്തുക തന്നെ ചെയ്യും. നിന്റെ ജീവിത നവുക തകരുകയോ കൂടെയുള്ളവർ നഷ്ടമാവുകയോ ഇല്ല. സങ്കീർത്തനം 84:11. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.